കഷ്ടകാലം ദീർഘകാലമായി മാറില്ല, അത് അല്പകാലമായി മാറും. അല്പകാലം കൊണ്ട് കഷ്ടകാലങ്ങളിൽ നിന്നും പുറത്തു വരാം. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവനും കഷ്ടതയിൽ കിടക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മീകമായി വളർച്ചയില്ല, ആത്മീകമായി മുന്നേറ്റമില്ല. അതുകൊണ്ട് കഷ്ടതയുടെ കാലങ്ങളിൽ നിന്നും പുറത്തു വരുന്നില്ല. ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, എന്നാൽ ലോകത്തെ ജയിച്ച ഒരു ജയം യേശുവിലുണ്ട്. ആ യേശുവിലുള്ള ഒരു ജയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വളർച്ച വരാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവനും കഷ്ടതയിൽ തന്നെ കിടക്കുവാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ആ ദൈവരാജ്യം നിങ്ങൾ അനുഭവിക്കണം. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലേ എന്ന് പാടി കർത്താവിൻ്റെ വരവിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നുള്ള മെൻറ്റാലിറ്റി, ആ മൈൻഡ് സെറ്റപ്പ് ഒന്ന് മാറ്റണം. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കും. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ് നമ്മളൊന്ന് അംഗീകരിച്ചുകൂടാ? മനസ്സിന് എന്തുകൊണ്ട് വിട്ടുകൊടുത്തുകൂടാ? നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ മഹത്വം വലുതാണ്. കർത്താവിൻ്റെ കരം മഹത്വത്തിൻ്റെ കരമാണ്, അത് അത്ഭുതത്തിൻ്റെ കരമാണ്. ആർക്കു വേണ്ടിയും എപ്പോൾ വേണമെങ്കിലും എന്തു വേണമെങ്കിലും പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മഹത്വത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ കരം.